നമസ്കാരം. നടക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു കടുത്ത പോരാട്ടത്തിന് കടുത്തുരുത്തി വേദിയാകുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ജോസ് കെ മാണിയും മോൻസ് ജോസഫും കേരള കോൺഗ്രസ് തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിന് പലതവണ വേദിയായിട്ടുള്ള മണ്ഡലമാണ് കടുത്തുരുത്തി എന്ന് പറയുന്നത്. അവിടെ ജോസ് കെ മാണിയും അതോടൊപ്പം തന്നെ നിലവിലത്തെ MLA ആയിട്ടുള്ള മോൻസ് ജോസഫും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടത്തിന് വേദി ഒരുങ്ങുകയാണ്. 11 പഞ്ചായത്തുകളിൽ മിക്ക പഞ്ചായത്തുകളിലും വെറും കൺവെൻഷനുകൾ അല്ല, നേരെ മറിച്ച് കുടുംബ സംഗമങ്ങൾ നടത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇപ്പോൾ ജോസ് കെ മാണി തുടക്കം കുറിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടുത്തുരുത്തി മണ്ഡലത്തിൽ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണിത്. എന്തായാലും LDFൽ ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം പറയുകയും കടുത്തുരുത്തിയിൽ പ്രചരണം തുടങ്ങുക പോലും ചെയ്ത ഈ സ്ഥിതിക്ക് മുന്നണി മാറുവാനുള്ള നീക്കങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക, അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ നേടിയെടുക്കുക എന്ന ആ ഒരൊറ്റ സമ്മർദ്ദമാണ് അവിടെയുള്ളത്. അത് CPMനും അറിയാം. പക്ഷേ രണ്ട് കാര്യങ്ങളാണ് ജോസ് കെ മാണിയുടെ ഈ സമ്മർദ്ദ നീക്കത്തിന് പിന്നിലുള്ളത്. അതിലൊന്ന്, ഇടതുമുന്നണിയിൽ അവർ ഉറച്ചു നിൽക്കും. പക്ഷേ അവിടെ ഉറച്ചു നിൽക്കുമ്പോഴും അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്ക് അത് മലയോര മേഖലയിലെ ക്രൈസ്തവ വോട്ടുകളാണ്. അങ്ങനെ ആ വോട്ടുകൾ നിലനിർത്തണമെങ്കിൽ അത് കോൺഗ്രസിലേക്കും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്കുമൊക്കെ പോകുന്നത് തടയണം. കാരണം അവിടെ 2 പേർ മാത്രമല്ല ഇപ്പോൾ അവർക്ക് ഒരു എതിരാളിയായിട്ട് ഉള്ളത്. BJPയും വളരെ ശക്തമായി തന്നെ ഈ ക്രൈസ്തവ മേഖലയിൽ കണ്ണുവച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മധ്യ തിരുവിതാംകൂറിലടക്കം അത്തരം വോട്ടുകൾ BJPയും നന്നായി ലക്ഷ്യമിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ തങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾ അത് ഉറപ്പിച്ചു നിർത്തുക എന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ജോസ് കെ മാണിക്കും പാർട്ടിക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും കൂടുതലായിട്ട് അവർ വേണമെന്ന് ഇപ്പോൾ കരുതുന്നത് പ്രത്യേകിച്ചും ഈ ഒരു മലയോര മേഖലയിലെ പ്രശ്നങ്ങളിലുള്ള ശക്തമായിട്ടുള്ള ഇടപെടലുകൾ തന്നെയാണ്. സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു ശക്തിയായി കൂടിയാണ് കേരള കോൺഗ്രസ് ഇപ്പോൾ ഇടതുപക്ഷത്ത് നിൽക്കുന്നത്. എന്തുകൊണ്ട് അവർ ഇടതുപക്ഷത്ത് ഇപ്പോൾ നിൽക്കുന്നു എന്ന പ്രധാന ചോദ്യം ഉയരുമ്പോഴും സ്വാഭാവികമായിട്ടും ക്രൈസ്തവ സഭാ നേതൃത്വമൊക്കെ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തുന്നവരല്ല. അവർ കോൺഗ്രസിനോട് കുറച്ചുകൂടി രാഷ്ട്രീയ ചായ്വ് പുലർത്തുന്നവരാണ്. അങ്ങനെ എതിർവശത്ത് നിൽക്കുമ്പോൾ എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന ചോദ്യം ഉയരാം. അല്ലെങ്കിൽ എന്ത് നേട്ടം ഉണ്ടാകുമെന്ന ചോദ്യം സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് നേരിടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ മലയോര മേഖലയുടെ അവകാശങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നവരാണ്, അതിൽ ഇടതുപക്ഷ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നവരാണ് എന്ന ഒരു പ്രതീതി അവർ സൃഷ്ടിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയമനിർമ്മാണത്തിന് തയ്യാറാകുന്നു എന്നുള്ളത് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം MPമാരുടെ യോഗത്തിലും മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയമനിർമ്മാണം സർക്കാർ തുടങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു നിയമനിർമ്മാണം അത് വനവകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ആ ബില്ല് വന്നേക്കാം. എന്തുതന്നെയായാലും ഈ മലയോര മേഖലയിലെ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമനിർമ്മാണം നടത്തുന്നതിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് കേരള കോൺഗ്രസ് എമ്മിന് വഹിക്കാനുണ്ട്. അല്ലെങ്കിൽ അത്തരമൊരു ബോധ്യപ്പെടുത്തൽ അത് ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരാനായിട്ട് ജോസ് കെ മാണി ഒരു സമ്മർദ്ദ തന്ത്രം ചെലുത്തുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ തെരുവുനായ പ്രശ്നവും അവർ ചേർത്ത് വായിക്കുന്നു. തെരുവുനായ ശല്യം വലിയ രീതിയിൽ വ്യാപിക്കുകയാണ്. നിരവധി സംഭവങ്ങൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ തെരുവുനായ വിഷയത്തിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഫോർമുല അത് എന്തെന്ന് വെച്ചാൽ തെരുവുനായ്ക്കളെ പിടികൂടി വനത്തിലേക്ക് വിടണമെന്നതാണ്. സ്വാഭാവികമായിട്ടും വനത്തിനുള്ളിലേക്ക് തെരുവുനായ്ക്കളെയൊക്കെ വിടുമ്പോൾ ഈ വന്യമൃഗങ്ങൾ അവർ കാടിറങ്ങുന്നതിന് കൂടി ഒരു പരിഹാരമാകുമെന്ന കാര്യത്തിൽ അത് എത്രത്തോളം ശാസ്ത്രീയമാണ്, എത്രത്തോളം പ്രായോഗികമാണെന്ന് വ്യക്തമല്ല. എന്നാൽ പോലും അത്തരം ഒരു നിർദ്ദേശം കൂടി കേരള കോൺഗ്രസ് എം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും ഈ ബില്ലിന്റെ രൂപീകരണ വേളയിലും ചർച്ചയിലുമൊക്കെ അവർ ആ കാര്യം ഉന്നയിക്കുകയും ചെയ്യും. അത്തരത്തിലൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ മുന്നോട്ട് വെച്ചുകൊണ്ട് രണ്ടും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ് കേരള കോൺഗ്രസ് ഈ വിഷയത്തിലൊരു സമ്മർദ്ദ തന്ത്രവുമായിട്ട് മുന്നോട്ട് വരുന്നത്. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നാണ് ആവശ്യം. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഉടൻ അത്തരമൊരു സമ്മേളനം ചേരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആര്യടൻ ഷൗക്കത്തിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് പോലും പ്രത്യേകമായിട്ടുള്ള ഒരു സെഷൻ വിളിച്ചു ചേർക്കുകയല്ല, പകരം വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയാക്കുകയായിരുന്നു. ഇനി സഭാ സമ്മേളനം ചേരാൻ സാധ്യത ഓണാവധിക്ക് ശേഷമാണ്. കേരള കോൺഗ്രസിന്റെ ആവശ്യം തീർച്ചയായിട്ടും CPMന് അതൃപ്തിയില്ല. പക്ഷേ നേരെ മറിച്ച് കേരള കോൺഗ്രസിന്റെ നീക്കം ശരിയായ ദിശയിലുള്ളതെന്ന് CPM കരുതുന്നു. കാരണം കേരള കോൺഗ്രസ് എമ്മിനെ വിട്ടൊരു കളിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഏതായാലും തയ്യാറാകില്ല എന്നുള്ള ധൈര്യം അവർക്കില്ല. കാരണം നമുക്കറിയാം, കഴിഞ്ഞ തവണ അവർ മുന്നണിയിലേക്ക് വരുമ്പോൾ എന്ത് നേട്ടമാണ് കേരള കോൺഗ്രസ് എം വന്നാൽ ഉണ്ടാക്കാൻ പോകുന്നതെന്ന വലിയ സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ വളരെ വ്യക്തമായി CPM അക്കാര്യം തിരിച്ചറിഞ്ഞു.
അക്ഷരാർത്ഥത്തിൽ ബാലികേറ മലയെന്ന് CPM-ഉം ഇടതുപക്ഷവും കരുതിയിരുന്ന മണ്ഡലങ്ങളിൽ പോലും അവർക്ക് വിജയിക്കാനായി. അതാകട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ഒരു സ്വാധീനം ഉണ്ടാക്കാനായി. ഇപ്പോൾ CPM-നെ നയിക്കുന്ന മുന്നണിയുടെ വലിയൊരു അവിഭാജ്യ ഘടകമായി തന്നെ കേരള കോൺഗ്രസിനെ CPM കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ പിണക്കാൻ CPM തയ്യാറാകില്ല. പ്രത്യേകിച്ചും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഭൂരിപക്ഷത്തിൽ തുടർഭരണത്തിലേക്ക് അവർ ലക്ഷ്യമിടുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് കൂടെ ഉണ്ടാവണമെന്ന ആഗ്രഹം CPM-നുണ്ട്. അതിൽ ചെയ്യാവുന്ന വിട്ടുവീഴ്ചകളൊക്കെ തന്നെ CPM ചെയ്യുകയും ചെയ്യും. നേരത്തെ കേരള കോൺഗ്രസ് M രാജ്യസഭാ സീറ്റ് ചോദിച്ചപ്പോൾ നമ്മളത് കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ പ്രാധാന്യത്തോടു കൂടി CPM പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ കേരള കോൺഗ്രസ് M-നെ കാണുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അവരെ പിണക്കുന്ന ഒന്നും CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. അവരുടെ സമ്മർദ്ദതന്ത്രങ്ങൾ അതേപടി CPM ഒരുപക്ഷെ വകവെച്ച് കൊടുക്കില്ലെങ്കിൽ പോലും അവരെ പിണക്കാതിരിക്കാനുള്ള ഒരു കരുതൽ CPM-ന്റെയും മുഖ്യമന്ത്രിയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ചും ഈ മധ്യ തിരുവിതാംകൂറിൽ അവരുടെ സ്വാധീനം അതുപോലെ സാന്നിധ്യം വലിയ ആവശ്യകതയുള്ളതാണെന്നുള്ള കാര്യം അത് CPM തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അവരെ മുന്നിൽ നിർത്തി പോകാനായിരിക്കും CPM ഇനി അങ്ങോട്ട് ശ്രമിക്കുക. മറ്റു ചില മുന്നണി പാർട്ടികൾ കൂടി CPM വിട്ടുപോകുമെന്നുള്ള ചർച്ചകൾ ഉണ്ടെങ്കിൽ പോലും അതിൽ ഏറ്റവും പ്രധാനമായിട്ട് CPM കാണുന്നത് കേരള കോൺഗ്രസ് M-നെ ഒപ്പം നിർത്തുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് പൂർണ്ണമായിട്ട് വഴങ്ങിയില്ലെങ്കിൽ പോലും അവരെ പിണക്കുന്ന ഒരു നീക്കങ്ങളും നിലപാടുകളും CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനായിട്ട് ഇടയില്ല. ഇത് സംശയമില്ലാത്ത കാര്യമാണ്.